ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ പെസഹ അപ്പം ഉണ്ടാക്കുക. അതിന് തലേന്ന് തന്നെ നമ്മൾ ഉഴുന്ന് കൂരായിട്ടിരുന്നു. അപ്പോൾ കുതിർത്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അരിപ്പൊടി വെച്ചിട്ടാണ് 2 രീതിക്ക് ഉണ്ടാക്കും. അപ്പം ഞാൻ 2 രീതിക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ വറുത്ത അരിപ്പൊടി വെച്ചിട്ടാണ് ഇതാദ്യം നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം, അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കും. അപ്പോൾ നമുക്കതിലേക്ക് പെസഹ അപ്പത്തിന് ആവശ്യമായിട്ടുള്ള അരിപ്പൊടിയുണ്ട്, വറുത്ത അരിപ്പൊടി. അത് 2 മെഷർ ജാറിൽ എടുക്കണം. പിന്നെ ഇവിടെ ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് വേണ്ടത് കൊച്ചുള്ളി, പിന്നെ വെളുത്തുള്ളി, ജീരകം, തേങ്ങ ചിരണ്ടിയത്. അപ്പോൾ തേങ്ങ ഇവിടെ ചിരവി വെച്ചിട്ടുണ്ട്. ഇത്രയും മതിയാവില്ല, ഇനി ചിരവേണ്ടതുണ്ട്. ഞാൻ ഇവിടെ നമ്മുടെ പെസഹ അപ്പത്തിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ തൊലിയെടുത്ത് മാറ്റിയെടുക്കുവാണ്. നമ്മളെ ഉഴുന്ന് ആദ്യം അരച്ചെടുക്കണം. ഉഴുന്നരച്ചെടുക്കാം. അപ്പം ഞാൻ മിക്സി ഓൺ ചെയ്തു. നമ്മൾ രണ്ടാമത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഉഴുന്നരച്ചത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് തന്നെ ചുവന്നുള്ളി, വെളുത്തുള്ളി, ജീരകം, പിന്നെ നമ്മുടെ തേങ്ങ ചിരണ്ടിയും കൂടെ ഇട്ട് കൊടുക്കും. നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇതിലേക്ക് തട്ടാം. ഈ അരിപ്പൊടിയിലേക്ക് ഈ മാവുകളെല്ലാം മിക്സ് ചെയ്യാം. നമ്മൾ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത കപ്പ് കൂടെ ഇട്ടിട്ട് ഈ മാവിലേക്ക് നമ്മൾ അരിപ്പൊടിയിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന ഉഴുന്നും പിന്നെ നമ്മുടെ തേങ്ങ ചിരണ്ടിയതും വെളുത്തുള്ളി, ചുവന്നുള്ളി അതൊക്കെ കൂടെ ഇട്ട് ജീരകം കൂടെ ഇട്ട് മിക്സ് ചെയ്യുകയാണ്. നല്ല രീതിക്ക് മിക്സ് ചെയ്യണം. നല്ല രീതിക്ക് ഇടയ്ക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് വെക്കാം. എണ്ണ തടവി പിടിപ്പിക്കുകയാണ് നമ്മുടെ പാത്രത്തിലൊക്കെ. നമുക്കൊന്ന് അടുപ്പിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് ഒരു തട്ട്. പിന്നെ അതിൻ്റെ അടിയിൽ ഈ പാത്രത്തിൽ ഇങ്ങനെ വച്ചിരിക്കണം. അത് സെറ്റാക്കി എല്ലാം ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി മൂടി സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പം ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. ഇപ്പം രാവിലെ ഞാൻ എണീറ്റപ്പോൾ തുടങ്ങിയ പരിപാടിയാണ്. ഇപ്പം മണി 10:30 ആവാറായി. നമ്മുടെ പെസഹ അപ്പം റെഡിയായി. ഇത് ഒരു മീൻസ് ഒരു മോഡ് ഓഫ് ഫാഷൻ. ഇനി വേറെ ഞാൻ പെസഹ അപ്പത്തിന് വേണ്ടിയിട്ട് ഉഴുന്നും അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനി റെഡിയാക്കിയെടുക്കണം. ഇത് കുറച്ച് തിക്ക് കൺസിസ്റ്റൻസി, അതൊരു ബാറ്റർ ഫോമിലാണുള്ളത്. അപ്പോൾ നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം.